ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് മെറ്റീരിയൽസ് അതിൻ്റെ ക്ലാസിഫിക്കേഷനെ കുറിച്ചാണ്. മെറ്റീരിയൽസിനെ മൂന്നായിട്ടാണ് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്: കണ്ടക്ടർ, ഇൻസുലേറ്റർ, സെമി കണ്ടക്ടർ. കണ്ടക്ടിവിറ്റിയുടെ അടിസ്ഥാനത്തിലാണ് മൂന്നായിട്ട് ഇവിടെ തരംതിരിച്ചിരിക്കുന്നത്. ഇനി എന്താണ് കണ്ടക്ടർ, ഇൻസുലേറ്റർ, സെമി കണ്ടക്ടർ എന്ന് നോക്കിയാൽ, വൈദ്യുതിയെ പൂർണ്ണമായും കടത്തിവിടുന്ന മെറ്റീരിയൽസിനെയാണ് കണ്ടക്ടർ എന്ന് പറയുന്നത്. വൈദ്യുതിയെ തീരെ കടത്തിവിടാത്ത മെറ്റീരിയൽസിനെ ഇൻസുലേറ്റർ എന്നും ഭാഗികമായി കടത്തിവിടുന്നതിനെ സെമി കണ്ടക്ടർ എന്നും പറയുന്നു. ഇനി എങ്ങനെയാണ് കണ്ടക്ടർ പൂർണ്ണമായും വൈദ്യുതി കടത്തിവിടുന്നത്, ഇൻസുലേറ്റർ കടത്തിവിടാത്തത്, സെമി കണ്ടക്ടർ ഭാഗികമായി കടത്തിവിടുന്നത് എന്തുകൊണ്ടാണെന്ന് പഠിക്കാം. എനർജി ബാൻഡിൻ്റെ സ്ട്രക്ചർ അനുസരിച്ചാണ് കണ്ടക്ഷൻ നടക്കുന്നത്. എനർജി ബാൻഡുകൾ എന്നാൽ ഇലക്ട്രോൺസിൻ്റെ പൊസസിങ്ങിനെയാണ് എനർജി ബാൻഡ് എന്ന് പറയുന്നത്. എനർജി ബാൻഡ് രണ്ട് തരമുണ്ട്: വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും. വാലൻസ് ബാൻഡ് എന്നാൽ ഒരു ആറ്റത്തിൻ്റെ ഏറ്റവും അവസാനമുള്ള ഓർബിറ്റിലെ ഇലക്ട്രോൺസ് അതിൻ്റെ ന്യൂക്ലിയസുമായിട്ട് ലൂസ്ലി ആണ് ബൗണ്ടായിരിക്കുന്നത്. അതായത് ന്യൂക്ലിയസിലേക്കുള്ള ഇലക്ട്രോൺസിൻ്റെ അട്രാക്ഷൻ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ അത് ലൂസ്ലി ബോണ്ടഡ് ആണ്. അത്തരം ഇലക്ട്രോൺസുകൾ ചേർന്നാണ് വാലൻസ് ബാൻഡ് ഉണ്ടാകുന്നത്. ഇനി ഈ വാലൻസ് ഇലക്ട്രോൺസിനെ കുറച്ച് എനർജി കൊടുത്താൽ അതതിൻ്റെ ഓർബിറ്റിൽ നിന്നും മാറി ഫ്രീ ഇലക്ട്രോൺ ആവും. അത്തരം ഫ്രീ ഇലക്ട്രോണുകൾ ചേർന്നാണ് കണ്ടക്ഷൻ ബാൻഡ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് ബാൻഡുകൾ, വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും, എങ്ങനെയാണ് അതിൻ്റെ സ്ട്രക്ചർ എന്നനുസരിച്ചാണ് മെറ്റീരിയൽസിൻ്റെ കണ്ടക്ഷൻ നടക്കുന്നത്. കണ്ടക്ടറിൽ വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും ഓവർലാപ്പ് ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് അവിടെ കണ്ടക്ഷൻ നടക്കും. കാരണം ഇലക്ട്രോൺസിൻ്റെ ഫ്ലോ ആണല്ലോ ഇലക്ട്രിസിറ്റി, കറണ്ട്. സോ ഓവർലാപ്പ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽസിൽ കറണ്ട് ഉണ്ടാകും. അങ്ങനെ കണ്ടക്ഷൻ നടക്കും. ഇൻസുലേറ്ററിൽ ഈ ഗ്യാപ്പ്, അതായത് വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിൽ വലിയൊരു ഗ്യാപ്പ് കാണും. സാധാരണ ആ ഗ്യാപ്പിനെ ഫോർബിഡൻ എനർജി ഗ്യാപ്പ് എന്നാണ് പറയുന്നത്. ആ ഗ്യാപ്പ് വളരെ വലുതായിരിക്കും. ആ വലിയ ഗ്യാപ്പ് കാരണമാണ് ഇൻസുലേറ്ററിൽ കണ്ടക്ഷൻ നടക്കാത്തത്. എന്നാൽ സെമി കണ്ടക്ടറിൽ ആ ഗ്യാപ്പ് വളരെ കുറവായിരിക്കും. ഫോർബിഡൻ എനർജി ഗ്യാപ്പ് വളരെ കുറവായിരിക്കും. ഓവർലാപ്പ് ചെയ്തല്ല, ഒരുപാട് കൂടുതലുമല്ല, വളരെ കുറവാണ്.